ഹായ് ഗൈസ്, വെൽക്കം ടു ടെക്നോപീഡിയ പവർഡ് ബൈ സ്പോട്ട്ലൈറ്റ് സ്റ്റുഡിയോസ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വോൾഡ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ്റെ വിഡ്രോവലിംഗ് പ്രോസസ്സാണ്. വോൾഡ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ കുറേയധികം പ്രമുഖരെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. പക്ഷേ ഇതിൻ്റെ അപ്ഡേറ്റ്സ്, അതായത് അത് പൂട്ടിപ്പോയതിന് ശേഷം എന്ത് സംഭവിച്ചു, അതിന് ഇനി വിഡ്രോവൽ എങ്ങനെയാണ്, അതിനെക്കുറിച്ച് ഒരാളും വീഡിയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കുറച്ച് ലേറ്റായെന്നറിയാം, പക്ഷേ എന്നാലും നമുക്ക് കുറച്ചെങ്കിലും പൈസ ഇന്ന് വിഡ്രോ ചെയ്യാൻ പറ്റും. ഇപ്പോൾ വോൾഡ് റീകൺസ്ട്രക്ഷൻ പ്രോസസ്സിലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കമ്പനി ഓൾറെഡി പൂട്ടിപ്പോയി, പക്ഷേ കസ്റ്റമേഴ്സിന് എങ്ങനെയെങ്കിലും, അവരെ ക്ലയൻസിന് എങ്ങനെയെങ്കിലും അവർ പൈസ കൊടുക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു 36% വരെ നമുക്ക് വേൾഡിൻ്റെ നമ്മുടെ ഇനീഷ്യൽ ഫണ്ടിൻ്റെ കിട്ടാവുന്നതാണ്. പിന്നെ ഇന്ത്യൻ റുപ്പി ആണെങ്കിൽ നിങ്ങൾക്ക് 100% നിങ്ങളുടെ കയ്യിൽ തന്നെ കിട്ടും ഇന്ത്യൻ റുപ്പി. ഇതിനു വേണ്ടി നമ്മൾ KYC എന്തായാലും ആ ആപ്ലിക്കേഷനിൽ ചെയ്തിരിക്കണം, ഇന്ത്യൻ റുപ്പി കിട്ടാനായാലും ക്രിപ്റ്റോ കിട്ടാനായാലും. സോ ക്രിപ്റ്റോ കറൻസി ബാക്കിയുള്ളത് ബിറ്റ് കോയിൻ ആണെങ്കിൽ നമുക്ക് ബിറ്റ് കോയിനിൽ തന്നെ കിട്ടും. ബാക്കിയുള്ള എല്ലാ കറൻസിയും USDT കൺവേർട്ട് ചെയ്തു ഓൾറെഡി. സോ ആ ഒരു എമൗണ്ട് ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ നമുക്ക് എല്ലാത്തിൻ്റെയും ടോട്ടൽ നമ്മുടെ ഇൻകത്തിൻ്റെ 36% കിട്ടുക. അപ്പോൾ എങ്ങനെയാണ് വിഡ്രോൾ ചെയ്യണമെങ്കിൽ കൂടി നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് കമ്പ്യൂട്ടറിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ വേൾഡ് ഓപ്പൺ വരുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക. അപ്പോൾ നിങ്ങളെ ആപ്പിലായാലും ഇതേ ഒരു രീതിയിൽ തന്നെയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക. ആപ്പിലും സെയിം ഇതാണ്, അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ആപ്പിൽ എന്താ ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നിങ്ങളെ വിഡ്രോവൽ ടോക്കൺ ബാലൻസ് എന്ന് പറയുന്ന സാധനത്തിൻ്റെ അവിടെ താഴെ ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും കറക്റ്റായിട്ട് നിങ്ങളുടെ എത്ര എമൗണ്ടാണ്, അതായത് നിങ്ങളുടെ എമൗണ്ടിൻ്റെ ഒരു 36% നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും. അപ്പോൾ എൻ്റെ കണ്ടോ, ഞാൻ എൻ്റെ USDT കുറവ്, എൻ്റെ കയ്യിലാകെ BTC മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്കത് ഞാൻ വിഡ്രോ ചെയ്തു ഓൾറെഡി. അപ്പോൾ USDC ആണെങ്കിൽ ബാക്കി എല്ലാ കോയിൻസും, എല്ലാ ടോക്കൺസും USDC ആ ഒരു USDCയിലായിരിക്കും നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും. ഓക്കെ, സോ ഞാൻ സെലക്ട് ചെയ്തത് റേറ്റഡ് റിക്കവറി ട്രാക്ക് എന്ന് പറയുന്ന സാധനമാണ് ഞാൻ സെലക്ട് ചെയ്തത്. അപ്പോൾ നിങ്ങൾ വേറെ വല്ലതും, അതായത് ആക്ച്വലി നിങ്ങൾക്കൊരു 1 മാസം മുമ്പ് ഇവർ റീകൺസ്ട്രക്ഷൻ പ്രോസസ്സ് ചെയ്ത സമയത്ത് ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഒരു 56% വരെ നമുക്ക് പിൻവലിക്കാമെന്ന്. അപ്പോൾ ഈ വേരിയബിൾ റിക്കവറി ട്രാക്ക് എന്ന് പറഞ്ഞാൽ 32%, ഞാൻ റേറ്റഡ് ട്രാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 36% എനിക്ക് റിക്കവറി കിട്ടി. അപ്പോൾ ഈ റിക്കവറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഇനി ഭാവിയിൽ ഇപ്പം നിങ്ങൾക്ക് 36% തരും, പിന്നെ ഭാവിയിൽ ഇത്ര നമുക്ക് തരാനുണ്ട്. ഇത് പിന്നെ ഭാവിയിൽ എപ്പോഴെങ്കിലും ഇവർക്ക് എന്താ പറയുക, ഈ ലോണൊക്കെ കൊടുത്ത ആൾക്കാർ തിരിച്ചു തന്നു കഴിഞ്ഞാൽ, അതായത് ഇവർ കുറേ പേർക്ക് കടം കൊടുത്തിട്ടാണല്ലോ നമുക്ക് ഓൺലൈനിൽ ഇവർ തന്നിരിക്കുന്നത്. അപ്പോൾ കൊടുത്ത ആൾക്കാരൊക്കെ തിരിച്ച് തന്നു കഴിഞ്ഞാൽ ഇവരിത് നമുക്ക് ഭാവിയിൽ ഇത് തരും എന്നാണ് പറഞ്ഞേക്കുന്നത്. കൂടുതൽ ഹോപ്പൊന്നും വെക്കേണ്ട, ഇപ്പോൾ കിട്ടിയതിൻ്റെ ഭാഗ്യം. ഈ 36% കിട്ടിയത് കൊണ്ട് രക്ഷപ്പെടുക, അത്ര തന്നെ. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ വിഡ്രോവൽ ബാലൻസ് എത്രയെന്ന് ഇവിടെ കാണിക്കും, അത് ഫുൾ നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ ബൈനാൻസിൽ പോയിട്ട് ഏത് ഇതിൽ പോയില്ല. അപ്പം ഞാൻ യൂസ് ചെയ്യണ ബൈനാൻസ് ആണ്, അതുകൊണ്ട് തന്നെ ബൈനാൻസിൽ നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ചെയ്യണം. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ അവിടെ ചെന്നിട്ട് ഡെപ്പോസിറ്റ് ക്രിപ്റ്റോ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതല്ല, സാധാരണ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന പോലെ നിങ്ങളെ കോയിൻ സെലക്ട് ചെയ്യുക. സെലക്ട് BTC. നെറ്റ്വർക്ക് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ബിറ്റ് കോയിൻ നെറ്റ്വർക്കാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ഇവിടെ തന്നെ നോക്കാം, നെറ്റ്വർക്കിൻ്റെ ഏതാ നെറ്റ്വർക്ക്. BTC നെറ്റ്വർക്ക് ഉണ്ടോ, ഇവിടെയുണ്ട്. BTC നെറ്റ്വർക്ക് തന്നെ കൊടുക്കുക, വേറെ ഒന്നും കൊടുക്കണം. എന്നിട്ട് ഈ അഡ്രസ്സ്, അതായത് ഈ ഞാനിപ്പോൾ കാണിച്ചു തരുന്ന ഈ അഡ്രസ്സ് നിങ്ങൾ കോപ്പി ചെയ്യുക, ഇവിടെ പേസ്റ്റ് ചെയ്യുക. ഇവിടെ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ഇത്ര നെറ്റ്വർക്ക് ഫീ എത്രയാണെന്നും കൂടിയിട്ട് അവരത് കാണിക്കും. എന്നിട്ട് ജനറേറ്റ് OTP കൊടുത്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 4-5 ദിവസത്തിനുള്ളിൽ നിങ്ങളെ ബിറ്റ് കോയിൻ ഇവിടെ എത്തുന്നതാണ്. ഓക്കെ, വോൾഡ് ഇപ്പോൾ നമ്മൾ ലേറ്റായി, മുമ്പായിരുന്നെങ്കിൽ 1 മാസം മുമ്പായിരുന്നു നമുക്ക് 56% വരെ കിട്ടിയേനെ, ബാക്കിയുള്ള പൈസ പോയേനെ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്കീം എന്ന് വെച്ചാൽ 31 to 36% വരെ നമുക്ക് കിട്ടും. അതിനുശേഷം ഭാവിയിൽ വോൾഡ് ശരിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവർ നമുക്ക് റിട്ടേൺ തരുന്നതാണ് ഈ ഒരു പ്രോസസ്സ്. അപ്പോൾ ഞാൻ ചൂസ് ചെയ്തതാണ്, കാരണം എന്ന് വെച്ചാൽ നമ്മൾ ആ കമ്പനീനെ ഞാൻ അത്രയും ട്രസ്റ്റ് ചെയ്യുന്നു. കാരണം അവർ ഇത്ര എഫോർട്ട് എടുത്തിട്ട് ചെയ്യണേ. ഈവൻ നമ്മളെ ബാക്കിയുള്ള കമ്പനികൾ പോലെ ഒളിച്ചോട്ടം അങ്ങനെ ഒരു പരിപാടി നടത്തില്ല, അവർ അത്ര എഫോർട്ട് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ആ കമ്പനീനെ ട്രസ്റ്റ് ചെയ്യുന്നു. നിങ്ങളുടെ ഡിസിഷൻ ഇനി വേറെ മാറ്റാൻ പറ്റത്തില്ല, കാരണം 1 മാസം മുമ്പ് ഇതിൻ്റെ മാറ്റേണ്ട കാര്യങ്ങളൊക്കെ പോയായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇത് ഫൈനലാണ്. അപ്പോൾ നിങ്ങളുടെ ഈ 36% ഉള്ള എമൗണ്ട്സ് നിങ്ങൾ വേറെ ഏതെങ്കിലും ട്രാൻസ്ഫർ ചെയ്ത് അതേ എമൗണ്ട് ആയിട്ട് എടുക്കുക. ഇന്ത്യൻ റുപ്പി ആണെങ്കിൽ നിങ്ങൾക്ക് ഫുള്ളി റിക്കവർ ചെയ്യാം, നോ വറീസ്. ഇന്ത്യൻ റുപ്പി ആണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ എമൗണ്ട്, നിങ്ങൾക്ക് എത്ര രൂപ ഇന്ത്യൻ റുപ്പി ലാസ്റ്റ് അതിലുണ്ടായിരുന്നു ആ ഇന്ത്യൻ റുപ്പി നിങ്ങളുടെ കയ്യിൽ കിട്ടിയിരിക്കും. അതുകൊണ്ട് തന്നെ പേടിക്കാനില്ല. ബാക്കിയുള്ളവർ ക്രിപ്റ്റോ ആണ് നിങ്ങൾ സൂക്ഷിച്ചിരുന്നുള്ളവർ, കാരണം നമുക്ക് പെർസെൻറ്റേജ് ഒക്കെ കിട്ടിയിരുന്നു. അവർ ഈ ഒരു മെത്തേഡിൽ കൂടെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം 36%. ബാക്കിയുള്ള പെർസെൻറ്റേജ് നമ്മൾ വെയിറ്റ് ചെയ്യാം. സങ്കടകരമായ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇതിനെക്കുറിച്ച് പ്രൊമോട്ട് ചെയ്ത ആൾക്കാർ ഇതിനെക്കുറിച്ചൊരു വാക്കുപോലും പറഞ്ഞില്ല എന്നുള്ളതാണ്. ഞാൻ തന്നെ അറിഞ്ഞപ്പോഴും ലേറ്റ് ആയിരുന്നു. കാരണം അധികം എമൗണ്ട് ഞാൻ അതിലിട്ടിട്ടില്ല. ഞാൻ യൂഷ്വലി യൂസ് ചെയ്യുന്നത് ബൈനാൻസ് തന്നെയായിരുന്നു. അപ്പോൾ ഈ ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും എന്താ പറയുക വിഡ്രോ ചെയ്യാൻ പറ്റട്ടെ. ഇനിയും കൂടുതൽ വീഡിയോസുമായി നമ്മളിവിടെ തന്നെ കാണും. ഈ ഓൺ നെക്സ്റ്റ് വീഡിയോ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ബൈ.